എല്ലാവർക്കും ഷെഫ് ടോമിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്കമാലി സ്റ്റൈൽ ഒരു മാങ്ങക്കറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മാങ്ങക്കറി ഒരു 15 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 1.5 കിലോ മാങ്ങക്കറിയാണ് നമ്മളിന്ന് എടുക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു 2 വലിയ മാങ്ങ, ഒരു മീഡിയം മാങ്ങയാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. 1.5 തേങ്ങയുടെ പാല് നമ്മൾ എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ തൊലിയെല്ലാം കളഞ്ഞ്, തൊലി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പച്ചപ്പ് മുഴുവൻ കളഞ്ഞിട്ട് നല്ല രീതിയിൽ മാങ്ങ തൊണ്ട് കളയുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മിക്സിങ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് 2 പച്ചമുളക്, 1 സവാള, അല്പം ഇഞ്ചി, കറിവേപ്പില, ഇനി അതിലേക്ക് വെളിച്ചെണ്ണ. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇതിൽ ചെറുള്ളി ചേർത്താൽ നല്ല ഫ്ലേവറായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇതിൽ മഞ്ഞ കളറാണ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്, മുളക് പൊടിയുടെ കളറല്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ തന്നെ ചേർക്കുക. അല്പം വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ തിരുമ്മി വയ്ക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സ്മെല്ല് കിട്ടും, വെളിച്ചെണ്ണയുടെയും ഉപ്പിൻ്റെയും ഒക്കെ ആയിട്ട്. ഇനി നമ്മൾ മാങ്ങക്കറി കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അത് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തു. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് തിരുമുന്നില്ല. ഇത് നമ്മൾ ചൂടായിട്ടുള്ള ഒരു ഇതിലേക്ക് വളരെ സ്ലോ ഫയറിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സെക്കൻഡ് പാലിലാണ്, ഇതിൽ നമ്മൾ പച്ചവെള്ളം ഒട്ടും ചേർക്കുന്നില്ല, വെള്ളം ഒട്ടും ചേർക്കാതെ തേങ്ങാപ്പാലിലാണ് ഇതിൻ്റെ കുക്കിംഗ് ഫുള്ള് നടത്തുന്നത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ. ഇതിൽ നമ്മൾ ഉണക്കമുളകും വെളുത്തുള്ളി ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ കറിയിൽ ചേർക്കുന്ന 1-2 ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഫുള്ള് കുക്കിംഗ് നടക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശരിക്കും ഇതിലെ ടെമ്പറേച്ചർ ചൂടാകുമ്പോൾ നമ്മളതനുസരിച്ച് ഒരേ ആംഗിളിൽ വേണത് ഇളക്കാൻ. അത് നേരെ ഓപ്പോസിറ്റ് ആംഗിളിൽ ഇളക്കി കൊടുത്താൽ പിന്നെ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഒരേ ആംഗിളിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. 2 തേങ്ങയുടെ പാലാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാല് ചൂടായി വരാനുള്ള സമയം, ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റുള്ള നല്ല രീതിയിൽ, 15 മിനിറ്റ് മാക്സിമം ഈ പാല് നല്ല രീതിയിൽ കുറുകി വരും. അത് കുറുകി വറ്റാറാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുത്ത് ഒരല്പം തള വരുന്നവരെ നമ്മൾ പിന്നെ ഇതിനെ മിക്സ് ചെയ്യുന്നുള്ളൂ. ടൈറ്റായിട്ടുള്ള ഫസ്റ്റ് പാൽ ഒഴിച്ച് നമ്മളിതിനെ മിക്സ് ചെയ്ത് ശരിക്കും കുറുകി ഒരു ടെക്സ്ചർ ആയി കഴിയുമ്പോൾ നമ്മളിതിനെ മാറ്റി വയ്ക്കുന്നു. പുളിക്ക് നമ്മൾ വിനാഗിരിയാണ്, നമ്മൾ ഓൾറെഡി മാങ്ങ മിക്സ് ചെയ്യുമ്പോൾ വിനാഗിരി ഓൾറെഡി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഒരേ ആംഗിളിൽ തന്നെ തേങ്ങാപ്പാൽ നമ്മൾ മിക്സ് ചെയ്ത് അത് ഒട്ടും പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പാൽ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഇത് നമ്മൾ താളിപ്പ് തയ്യാറാക്കുകയാണ്. താളിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മളതിലേക്ക് ചെറുപുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിൽ കടുക് പൊട്ടിക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഉലുവ പൊട്ടിക്കാം. ഒരല്പം ഉലുവ ഇട്ട് പൊട്ടിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ചില ആൾക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് നമ്മൾ ഇത് ഉലുവ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ അല്പം റെഡ് ചില്ലിയും കറിവേപ്പിലയും ചേർത്ത് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ആ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ, ചെറുപുള്ളിയുടെ കളറ് മാറി വരുമ്പോൾ നമ്മളതിലേക്ക് മസാല, ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മഞ്ഞ കളർ നമ്മുടെ ഓൾറെഡി മാങ്ങക്കറിക്കുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കൂടി വന്നു കഴിയുമ്പോൾ പ്രത്യേക ഒരു ഗ്ലേസിങ് ആയിട്ട് കിട്ടും. ഈ എണ്ണയും കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ താളിപ്പൊടി നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ താളിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള മാങ്ങക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. കുറുകിയിരിക്കുന്ന മാങ്ങക്കറിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഒരേ ആംഗിളിൽ തന്നെ ഇത് മിക്സ് ചെയ്യാവുള്ളൂ എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന മാങ്ങക്കറി ശരിക്കും കല്യാണ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല കുറുകി, നല്ല അടിപൊളി, നല്ല ടേസ്റ്റുള്ള, നല്ല ഫ്ലേവറുള്ള മാങ്ങക്കറിയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ഈ മസാല ചേർത്ത് ആ സവാളയിലും ചെറുള്ളിയൊക്കെ ചെറിയ നല്ല സ്മെല്ല് ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ടില്ല, നമുക്ക് സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. തേങ്ങാപ്പാൽ എടുക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ ഈ സാധനം റെഡി ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ആ സാധനം തിളയ്ക്കേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് അങ്കമാലി മാങ്ങക്കറി. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കണം.